വില്ലകൾക്കും ഫ്ളാറ്റുകൾക്കും ഒരുപോലെ ആവശ്യക്കാരുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഓരോ സ്റ്റോളുകളിലും കാണാൻ കഴിഞ്ഞത്. സുരക്ഷ, യാത്രാ സൗകര്യം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി ഫ്ളാറ്റുകളിൽ ആകർഷകമാകുന്ന നിരവധി സൗകര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സന്ദർശകർക്ക് കൂടുതൽ ആശ്വാസമായിരുന്നു. There are a variety of realty people here with different options, different price ranges, and the sales force behind it are amazing. They gave us a good idea about the different properties, and we are very confused, to be very honest. we don't know what to choose or what to think about, but at the moment we have some suggestions from these people. കുറേ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് സ്റ്റേജിലാണ്. അതായത് 27-28 ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള സീനിയർ സിറ്റിസണിന് വി വാണ്ട് സംതിങ് ടു മൂവ് ഇൻ ഓർ അറ്റ്ലീസ്റ്റ് ഇൻ 1 or 2 years ടൈം. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-2 കണ്ടു. നോയലിൻ്റെ അത് കണ്ടു, പിന്നെ വീഗലാൻഡിൻ്റെ ഇവരുടെ കണ്ടു, ഇപ്പോൾ ഈ കെൻറ്റിൻ്റെ 3-4 പേരുടെ കണ്ടിട്ടുണ്ട്. വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. വില്ലകൾ വേണ്ടവർക്ക് ഏറ്റവും മികച്ച വില്ലകൾ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നിരവധിയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിലുള്ള വല്ല വില്ലകളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാം. നിർമ്മാതാക്കൾക്കും ഇത്തവണ കേരള പ്രോപ്പർട്ടി എക്സ്പോ പുതിയ ഒരു അനുഭവമായിരുന്നു. കാരണം UAEയിൽ സ്കൂൾ അവധി ദിവസങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ അതേ ദിവസങ്ങളിൽ തന്നെയായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ നടന്നത്. മാത്രമല്ല, പ്രവാസികളൊക്കെ തന്നെ നാട്ടിലേക്ക് അവധിക്ക് തയ്യാറെടുക്കുന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്ദർശകർ ഇത്തവണ മേളയ്ക്കെത്തി.